ഒരു ഇത്തിരി നല്ലവണ്ണം സ്പീഡായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 3 to 4 hours എങ്കിലും കട്ട് ചെയ്ത് ഡിഫറെന്റ് ടൈമിലാണെങ്കിൽ തന്നെ യു ഹാവ് ടു ബി സ്റ്റിക്ക് ഓൺ വിത്ത് ഒരു പ്ലാൻ. നമ്മൾ പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ആയില്ലെങ്കിൽ നമ്മൾ 28 പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് ഒരിക്കലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് വി ഹാവ് ടു ബി ഗെറ്റ് അവർ കോൺഫിഡൻസ് ബാക്ക് ഓൺ ദ എക്സാം ഹാൾ. ഇതൊരു സിമ്പിൾ എക്സാമാണ്, കാരണം നമ്മൾ എന്തൊക്കെ പഠിച്ചാലും അതൊന്നും നമ്മുടെ പരീക്ഷയ്ക്ക് വരില്ല. സോ വാട്ട് വി ആർ ഡൂയിങ്, വി ആർ ഷാർപ്പണിങ് അവർ സ്കിൽസ്. അപ്പോ നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളത് ഞാൻ ഒരുപാട് നല്ലോണം പഠിച്ചിട്ട് എഴുതാം. It's not going to work like that. It's never worked for anybody. So don't worry about that. Okay. So എന്ത് പഠിച്ചു, ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ പഠിച്ചു എന്നുള്ളതല്ല നമ്മുടെ ഇമ്പോർട്ടൻ്റ് കാര്യം, ഹൗ മച്ച് വി പ്രാക്ടീസ്. അപ്പോ ഞാൻ ഇന്ന് മെയിൻ ആയിട്ടും പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ സാറ്റർഡേ സൺഡേ കോമൺ ആയിട്ട് കുറച്ച് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾക്ക് ഇന്നലെ 2 ദിവസമായിട്ട് നമ്മൾ ഈ റൈറ്റിങ്ങിന് കുറച്ച് ഡൈവേർട്ടായി പോയി. നമ്മൾ റീഡിങ്ങിന്റെ ഒരു ആമുഖമായ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീഡിങ്ങിനെ കുറിച്ച് തിയറി പാർട്ടാണ് നോക്കിയത്. അപ്പോ ഇത് ഞാൻ ഇട്ട സ്ലൈഡിൽ പോയിട്ട് ആ റീഡിങ്ങിന്റെ അകത്ത് നമ്മൾ ആ തിയറി പാർട്ട് അത്രയുമാണ് മെയിൻ ആയിട്ട് ഉള്ളൂ. അത് നമ്മൾ നല്ലവണ്ണം തറവുമായിട്ട് കുറെ തവണ ഇരുന്ന് വായിക്കും. അപ്പൊ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ബോൾഡ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം വളരെ നല്ല പ്രാക്ടിക്കൽ ടിപ്സും ആണ്. സോ നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഇനി റീഡിങ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമുക്ക് റീഡിങ് കൂടെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് കുറച്ച് അവിടുന്ന് ഇവിടുന്ന് ഒക്കെയുള്ള കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസ്. അപ്പൊ ഇന്നത്തെ മെയിൻ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം കൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാണ്. പുതിയതായിട്ട് കുറച്ച് ഐഡിയാസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എക്സസൈസും വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം 3-4 ദിവസം 2-3-4 ആഴ്ച 5-6 ആഴ്ചയായിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ കോമയുടെ ഉപയോഗത്തെ കുറിച്ചാണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ. ഒരു കാര്യം നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയി. ഒരു സെന്റൻസ് നമുക്ക് പല രീതിയിൽ നോക്കാൻ നമുക്ക് കണ്ടു. അതായത് ബാസ്കറ്റ് ലെവൽ നോക്കാം, ബൈക്ക് ലെവലിൽ നോക്കാം, അതല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഗ്രാമാറ്റിക്കൽ വേറെ ചിന്തിക്കുകയാണെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് ഉണ്ടെന്ന് നോക്കാം, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോ അത് അഡ്ജക്റ്റീവ് ക്ലോസ് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അഡ്ജക്റ്റീവ് ക്ലോസ് എന്നാണ് നമ്മൾ കണ്ടു, അഡ്വർബ് ക്ലോസ് എന്നാണ് കണ്ടു, നൗൺ ക്ലോസ് വേഗിൽ നമ്മൾ കണ്ടു. കാരണം നമുക്ക് അത്ര ഉപകാരം വരുന്നില്ല നമ്മുടെ ഈ റൈറ്റിങ്ങിന്റെ അകത്ത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് പൂർണ്ണ സമയം സ്പെൻഡ് ചെയ്തിട്ടില്ല. അപ്പോ നമുക്ക് ആവശ്യമുള്ളത് സമയമാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കോമ ഉപയോഗിക്കാനായിട്ട് ഒരു 10-21 റൂളുകളുണ്ട്. നമ്മൾ നോക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇത്രയും കോമ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മളിനി വേറെ എവിടെയെങ്കിലും പോയി സംഭവം വായിക്കുമ്പോ നമ്മൾ പഠിച്ച തിയറിയും ആ കോമയുടെ ഉപയോഗം നമുക്ക് യാതൊരു മാച്ചും വരില്ല. അപ്പോ അങ്ങനെ മാച്ച് വരാതിരിക്കുമ്പോ എന്തുകൊണ്ടാണ് അത് മാച്ചാവാത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ദിസ് ഇസ് എ വെരി ഇത്തിരി ഒരു വായിക്കാൻ ഇഷ്ടമാകാത്ത സംഭവമാണ്. അതാണ് so right, but we should know that why they use the comma there. We should know that. ചില നല്ല റൈറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് കോമ ഉപയോഗിച്ചു ഒന്ന് വായിച്ചു നോക്കുന്നതാണ്. കോമ ഉപയോഗിക്കാൻ ആദ്യത്തെ റീസൺ ടു അവോയ്ഡ് കൺഫ്യൂഷൻ. യൂസ് കോമാസ് ടു സെപ്പറേറ്റ് വേർഡ്സ് ആൻഡ് വേർഡ് ഗ്രൂപ്പ്സ് ഇൻ ദ സെൻസ് ഓഫ് 3 or more. 3 അതിലധികമോ വേർഡ് ഗ്രൂപ്പ്സ് വരുമ്പോൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സിമി കേക്കാവോ? സിമി ഓക്കെ. നമ്മൾ ഇന്ന് നോക്കണത് കോമയുടെ. നമ്മളിപ്പോ പല സ്ഥലങ്ങളിലും കോമ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ കുറച്ച് ഉപയോഗിക്കുന്ന രീതി നമ്മൾ കണ്ടു. പക്ഷെ ചില സ്ഥലങ്ങളിൽ നമ്മൾ എഴുതി കാണുമ്പോൾ എന്തുകൊണ്ടല്ല കോമ ഉപയോഗിച്ചു എന്നൊരു കൺഫ്യൂഷൻ നമുക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ കോമയുടെ റൂൾ നമ്മൾ പഠിച്ചു വെക്കുകയാണ്. ഇത് നല്ലോണം ബൈഹാർട്ട് ചെയ്യാണ്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ വെൽ ഡൺ, ഐ സേ ബ്രില്യന്റ്. ബട്ട് നമുക്കത് നമ്മൾ മാക്സിമം കുറെ തവണ വായിക്കുക. അപ്പോൾ സ്ഥലത്ത് കോമ വന്നിട്ടുണ്ടെങ്കിലും അതിന് റീസൺ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ ഇത്രയും നാളും പഠിച്ച കോമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാസ്കറ്റ് ഫ്രണ്ടിൽ വെച്ച കോമ, ബാസ്കറ്റ് അടുത്ത് വെച്ച കോമ, ബാസ്കറ്റ് ബാക്കിൽ വെച്ച കോമ.
പിന്നെ നമ്മള് കോമ്പൗണ്ട് സെന്റൻസിനകത്ത് നമ്മൾ കോമ എവിടെ കണ്ടു. അത് ഫാൻ ബോയ്സ് മുമ്പ് നമ്മൾ കോമ ഇടും. അതല്ലാണ്ട് വേറെ ചില ഏരിയകൾ നമുക്ക് നോക്കാം. മൈ 10 million estate is to be split among my husband, comma, daughter, comma, son, comma, and nephew. So, separate some words. ഈ വേർഡുകളെല്ലാം സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒമിറ്റിംഗ് കോമ ആഫ്റ്റർ സൺ, സണ്ണിന് ശേഷം കോമ ഇട്ടില്ലെങ്കിൽ would indicate that the son and the nephew would be split the 1/3 of the estate. ഒരു കോമ എന്ന് പറയുന്ന സംഭവം ഒരു വലിയ സെന്റൻസിന്റെ കംപ്ലീറ്റ് മീനിങ് മാറ്റിക്കളയും. അപ്പൊ ഇതിന്റെ അകത്ത് എന്തുകൊണ്ട് ഇവിടെ കോമ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 പേരും തമ്മിൽ ആ സ്പ്ലിറ്റ് ചെയ്യണ സിറ്റുവേഷൻ അതുകൊണ്ടാണ്. അപ്പൊ ഇതിനകത്ത് മൂന്ന് കാര്യങ്ങള്. അപ്പൊ ഈ തിയറി ഒന്ന് നമ്മൾ വായിച്ചു വെക്കുക. രണ്ടാമത് യൂസ് സെപ്പറേറ്റ് ടു adjectives when the word and can be inserted between them. 2 adjective അടുപ്പിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോമ ഉപയോഗിക്കാം. സ്ട്രോങ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവും ഹെൽത്തി എന്ന് പറയുന്ന അഡ്ജക്റ്റീവും. We stayed at an expensive summer resort. You should not say expensive and summer resort. So no comma. കണ്ടോ? ചെറിയ ഒരു കോമ കൊണ്ട് മീനിങ് ആകെ മാറിപ്പോവാണ്. 2 അഡ്ജക്റ്റീവിനെ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഉപയോഗിക്കും. എക്സ്പെൻസീവ് സമ്മർ ഉപയോഗിക്കില്ല. മീനിങ് അനുസരിച്ച് വരുന്നത്. 3 യൂസ് കോമ വെൻ an ly adjective is used with another adjective to test whether an ly word is an adjective. ly എന്ന് പറഞ്ഞപ്പോ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വന്നത് എന്തുട്ടാ? അഡ്വർബ് അല്ലേ? ഇവിടെ അഡ്ജക്റ്റീവ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതിന്റെ അകത്ത് കുറെ നിയമങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കേട്ടോ. അതൊക്കെ നമുക്ക് IITs ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കഴിയുമ്പോ പാസ്+1 കോഴ്സ് അത് പഠിക്കുമ്പോൾ നമുക്ക് എല്ലാ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കാം. നമുക്ക് അതിന് ആവശ്യമില്ല ഇപ്പോഴത്തെ അവസ്ഥ. നമുക്ക് അതിനെ ചിന്തിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോ to test whether an ly is an adjective, see if it can be used alone with a noun. If it is can, use a comma. Felix was a lonely, young boy. Okay. I get headaches brightly lit rooms. Brightly is not an adjective because it cannot be used alone with the rooms. Therefore, no comma used between brightly and lit. And lit. Our English language is a very posh language. And the name of use comma before or surrounding the name or a title of a person directly addressed. Will you, comma, Aisha, comma, do that assignment for me. Title person directly addressed. Yes, doctor, I will. Capitalize a title when directly addressing someone. Explain ചെയ്യാനൊന്നുമില്ല. അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഭയങ്കര ഹാർഡ് സാധനമാകുമ്പോ പറയും. Use and comma to separate the day of the month of the year and after the year. Very important ആണ്. കാരണം നമുക്ക് കഷ്ടകാലത്ത് നമുക്ക് ഇങ്ങനത്തെ സംഭവം എന്തെങ്കിലും നമ്മുടെ ഗ്രാഫിനകത്ത് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മള് മാറിപ്പോകരുത്. നോക്കുക. കാത്രീൻ met her husband on December 5th, 2003, in Mill Valley, California. അപ്പോ from the year and after the year. If any part of the date is omitted, leave out the comma. They met in December 2003 in അവിടെ ഈ ഡേറ്റ് ഈ അക്കം ഡിസംബറിൽ എന്നാന്ന് വന്നിട്ടില്ല.
ഡിസംബർ 5th ആണോ 6th ആണോ വന്നിട്ടില്ല. അപ്പൊ അത് പറയാതെ ഡിസംബറിലാണ് കണ്ടതെന്ന് പറയുകയാണെങ്കിലോ കോമ ഉപയോഗിക്കുകയില്ല. Careful. Use comma to separate the city from the state after the state in the document. If you use the two-letter capitalized form of the state in the document, you don't need to comma after the state. Clear ആയിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. When address envelope nailed the post office, do not use the punctuation. I lived in San Francisco, comma, California, comma, for 20 years. ഇവിടെ ഈ CA എന്ന് പറഞ്ഞിട്ടുണ്ട്. CA എന്ന് പറഞ്ഞാലും കാലിഫോർണിയ എന്ന് പറഞ്ഞാലും സെയിം ആണ്. അമേരിക്കയിലുള്ള കാലിഫോർണിയയുടെ C എന്ന് പറയും, TX എന്ന് പറഞ്ഞാൽ ടെക്സാക്സ്, NY എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക്, അങ്ങനെ ആ ഒരു ഷോർട്ട് ലാംഗ്വേജ് അവിടെ ഉണ്ട്. അടുത്ത ശ്രദ്ധിക്കുക. Commas to surround degrees or titles used with the names. Commas are no longer referred to use junior, senior. Commas never set to will or fourth, third, second, third, or fourth. So Al-Moudi, comma, MD, comma, New Sansani Junior, and Charles third. Use commas to set up expressions that interpret sentence follow. I am, as you probably noticed, you very nervous about this. But you set up expressions. Either expression interpret sentence follow. How situation you comma ഉപയോഗിക്കും. Okay. When you're starting a sentence with a weak clause, the comma is after it. Conversely, do not use a comma after when the sentence starts with a strong clause followed by the weak clause. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല തറവായിട്ട് പഠിച്ചിട്ടുണ്ട്. ബാസ്കറ്റ് ഫ്രണ്ടിൽ വെക്കുകയാണെങ്കിൽ കോമ വരണം, ബാസ്കറ്റ് ബാക്കിൽ വെക്കുകയാണെങ്കിൽ കോമ വരണം. ഇങ്ങനെ നമ്മൾ തറവായിട്ട് പഠിച്ചു. അത്ര നോക്കുക. Use comma after phrases more than 3 words that begin with a sentence. Wow. If there are phrases fewer than 3 words, comma is optional. Interesting. മൂന്ന് വാക്കിൽ കൂടുതൽ ഫ്രേസ് ഉപയോഗിക്കുകയാണെങ്കിൽ കോമ വരണം. To apply for this job, comma, must have precious time. On February 14th, many couples give each other candy or flowers. Comment ആവശ്യമില്ല. On February 14th, comma, many couples give each other candy or flowers. അവിടെ ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞിരുന്നത് അല്ലേ? ഫീവർ ദാൻ 3 words, 2-3 വാക്കി കുറവാണെങ്കിൽ കോമ ഇസ് ഓപ്ഷണൽ. അപ്പൊ കോമ ഇട്ട് ചെയ്തിട്ടുണ്ട്, കോമ ഇടാതെ 2 സെന്റൻസും ശരിയാണ്. അതായത് നിങ്ങൾ തിരിച്ചു നോക്കിയ, അതായത് യു മസ്റ്റ് ഹാവ് പ്രീവിയസ് എക്സ്പീരിയൻസ് ടു അപ്ലൈ ഫോർ ദിസ് ജോബ് എന്ന സെന്റൻസ് നേരെ വന്നേക്കാണ് അല്ലെ? ഓക്കെ, യു മസ്റ്റ് ഹാവ് പ്രീവിയസ് എക്സ്പീരിയൻസ് ടു അപ്ലൈ ഫോർ ദിസ് ജോബ്. അവിടെ ടു അപ്ലൈ ഫോർ ദിസ് ജോബിനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് അത് ആദ്യം വെച്ച് ഒരു കോമ ഇട്ടിട്ട് ആ പ്രപ്പോസിഷണൽ ഫ്രേസസ് വരുമ്പോ. അടുത്തത് യൂസ് കോമ സെപ്പറേറ്റ് സ്ട്രോങ് ക്ലോസസ് ജോയിൻ ടുഗദർ കോർഡിനേറ്റ് കൺജങ്ഷൻ ആൻഡ് ഓർ ബട്ട് ഓർ നോട്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാൻ ബോയ്സ്. ഫാൻ ബോയ്സ് എപ്പോഴും ടു സെപ്പറേറ്റ് സ്ട്രോങ് ക്ലോസ് എന്ന് പറഞ്ഞാൽ 2 ഇൻഡിപെൻഡന്റ് ക്ലോസസ്, 2 ബൈക്സ്. ഫാൻ ബോയ്സ് മുമ്പ്. അടുത്ത കോളം നോക്കിയ യൂസ് കോമ ടു സെപ്പറേറ്റ് 2 സെന്റൻസ് ഇഫ് ഇറ്റ് ഹെൽപ്പ് അവോയ്ഡ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ 2 സെന്റൻസ് ആകുമ്പോൾ ഇതൊരുമാതിരി ഫാൻ ബോയ്സിന്റെ വേറെ രൂപമായിട്ട് വരും. അടുത്ത കോമ 14ാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ എ കോമ സ്പ്ലൈസ് ഈസ് ആൻ എറർ caused by joining 2 clauses with only a comma instead of separating clauses with a conjunction, a semicolon or a period.
A run-on sentence which is correct, incorrect, created by joining two strong clauses without any punctuation. Oh dear. Appo, the time flies when we are having fun. We always having fun. Time flies when we are having fun. We are always having fun. Other run-on sentence are coming. Correct? Time flies when we are having fun, comma, we are having fun. Or time when we are having fun, comma, and we are always having fun. Comma is optional because both the compound sentence are other. Time flies when we are having fun, full stop. And the simple sentence are question വെട്ടി ചുരുക്കി രണ്ട് simple sentence വെച്ചേക്കുക. It's tough ആണല്ലേ? Don't worry. നമുക്ക് ഇതിനൊക്കെ പോകേണ്ട കാര്യമില്ല. നമുക്ക് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഇത് പഠിക്കാം കേട്ടോ. കാരണം നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. നമുക്ക് IELTSന്റെ അകത്ത് നമുക്ക് 30% തെറ്റുണ്ടാക്കാം. മാർക്ക് മതി കേട്ടോ. അതുകൊണ്ട് നമ്മള് ഇത് നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലത്. But you have to be stick on the plans. If we study, if the subject does not appear in front of the second verb, ഇതാണ് നമ്മൾ ഞാൻ ചില സമയത്ത് പറയാറുള്ളത്. If there is a subject do not appear in front of the second verb. കണ്ടോ? അതായത് ഫാൻ ബോയ്സിന്റെ ഇവിടെ കോമ വന്നോ നിയമമുണ്ട്. പക്ഷെ ഇവിടെ സ്റ്റിൽ he did not answer കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കോമ വേണം. ഇവിടെ he ഇല്ല. ഈ സെയിം റൂൾ ആണ് ഫാൻ ബോയ്സിന്റെ എല്ലാത്തിനും വന്നത്. കാരണം ഇതൊരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് അല്ല, ഇതൊരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആണ് അല്ലെ? ഇത് ഇൻഡിപെൻഡൻസ് ആണ്. ഇതിനു മുമ്പ് സബ്ജക്റ്റ് വേണമല്ലോ. സോ ഹു ഓർ വാട്ട് വേണം. ഹു ഓർ വാട്ട് ഇവിടെ ഇല്ല. വാട്ട് അബൌട്ട് എന്നുണ്ട്. അപ്പൊ ഈ ഹു ഓർ വാട്ട് ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും അല്ലെ? ഹു ഓർ വാട്ട് വാട്ട് അബൌട്ട്. Use commas to introduce interrupt direct quotations shorter than 3 lines. He actually said, I do not care. Commas introduce interrupt direct quotation shorter than 3 lines. Munu padich 3 words aanu keto. Okay. Adokka use comma to separate a statement from a question. I can go, can't I? Novel language aanu. So that is why they are using comma. അപ്പൊ ഇവിടെയൊക്കെ കോമ ഇടുന്നതിന് ഈ കോമ നോക്കുക ഷോർട്ടർ ദാൻ 3 ലൈൻസ്. അപ്പൊ അവിടെയും കൃത്യമായിട്ട് റൂൾസ് ഉണ്ട് ഇതിന്റെ ആയിട്ട്. അടുത്ത് നോക്കുക യൂസ് എ കോമ സെപ്പറേറ്റ് കോൺട്രാക്ഷൻ പാർട്ട് ഓഫ് ദ സെന്റൻസ്. This is my money, not yours. Okay, കോൺട്രാസ്റ്റ് ചെയ്യാൻ ചൂസ് തമ്മിൽ. അടുത്ത് നോക്കുക use a comma when beginning sentence introduction words such as well, now, yes, well, yes. നോവൽ എഴുതുന്ന സമയത്ത് നമ്മൾ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. യെസ് കഴിഞ്ഞിട്ട് കോമ ഇടാനുള്ള കാരണം ഈ റൂൾ 19 കാരണമാണ് കേട്ടോ. ഈ വെല്ല് കഴിഞ്ഞിട്ട് ചുമ്മാ കോമ ഇട്ടേക്കല്ല, അവിടെ റൂൾ 19 ആപ്ലിക്കബിളാണ്. 20 use comma surrounding words such as therefore, however, when they are used as interrupters. Therefore, however, such as when they are used as interpreters. Use either comma or semicolon before introductory words such as namely, that is, I. Example, for instance, when they are followed by a series of items. Use comma after I introductory word. You may be required to bring them many. Full stop. Example, comma, sleeping bags, pants, and what. You may be required to bring the items, comma, sleeping bags, pants, everything. Rule 1 നമുക്ക് 11 നമുക്ക് മിസ്സായിപ്പോ അതുകൊണ്ട് അത് വീണ്ടും എടുത്തിട്ടാണ്. If something was sufficiently identified, the description followed considered non essential and could be surrounded by comma. നമ്മൾ പഠിച്ചത് ഭാസ്കർ നടക്കുന്ന പരിപാടി അല്ലേ?
Freddy. അത് നോൺ എസെൻഷ്യൽ ആണ്. ഹൂസ് ലൈൻ അപ്പ് കോമ വാസ് an auto accident. Freddy's name, so interruption not necessary. The boy. അപ്പൊ ബോയ് ആരാന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവിടെ അത് എസെൻഷ്യൽ ആണ്, അതുകൊണ്ട് അവിടെ കോമ പാടില്ല. വാസ് an auto accident. നോക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്മള് ചില കോഴ്സുകളൊക്കെ ഇപ്പൊ പഠിക്കാതിരിക്കും. നമ്മളൊക്കെ ഷോർട്ട് ടൈം കോഴ്സ് വേണ്ട വെറുതെ ലെക്ചർ അറിയുമ്പോൾ നമ്മൾ മനസ്സ് തന്നെ പറയും എന്ത് സംഭവിച്ചാൽ ഞാൻ ഇത് പഠിക്കാൻ പോയില്ല, വെറുതെ പറഞ്ഞത് കേട്ടത് നന്നായി, ഓക്കെ താങ്ക് യു. അങ്ങനെ ഞാൻ ഒരുപാട് കോഴ്സിന് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞേ അങ്ങനെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ, ഞാൻ ഇത് എന്ത് സംഭവിച്ചാലും പഠിക്കും എന്നൊരു മെന്റാലിറ്റി വേണം. അതിന്റെ അകത്ത് 21 റൂളില് 15 റൂളെങ്കിലും ശരിക്കും പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ യു വിൽ സക്സീഡ്. അത് നമുക്ക് പഠിക്കാൻ വേറെ ഒരു ഷോർട്ട് കട്ടില്ല. ഞാൻ ഒരുപാട് ഷോർട്ട് കട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് എനിവേ. സോ അങ്ങനെ ഒരു ഭയങ്കര ഹാർഡ് സംഭവമാണത്. കാരണം ഇറ്റ്സ് ഇസ് ഓൾ റൂൾസ്, ലോസ് വി കാൻറ്റ് ഡു എനിത്തിങ് അല്ലേ. എന്ന് പറഞ്ഞ പോലെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാൻ ഒരേ ഒരു ട്രിക്കേ ഉള്ളൂ, കീപ് റീഡിങ്. ഞാൻ അത് സെപ്പറേറ്റ് ആയിട്ട് ഫേസ്ബുക്കിനകത്ത് ഇടാം. അത് എപ്പോഴും എടുത്തിട്ട് എപ്പോഴും അങ്ങനെ വായിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി സമയം സ്പെൻഡ് ആക്കാതെ അത് വായിച്ചുകൊണ്ട് ഇരിക്കുകയാണെങ്കിൽ ഓക്കെ. നമ്മൾ കണ്ടു എസ്സേയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. നമ്മളിപ്പോ ഇന്ന് ആകെ മൊത്തം എല്ലാം ഒന്ന് ഓടിച്ചു നോക്കുക, എല്ലാ ഏരിയയും കവർ ചെയ്ത് നോക്കാട്ടോ. നമുക്ക് വീക്കെൻഡിൽ കുറച്ച് വർക്ക് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ എസ് എങ്ങനെ നമ്മൾ കണ്ടിരുന്നു. ഇങ്ങനെ തന്നെയാണ് ഈ എസ് എവിടെ ഇരിക്കാൻ പോണത്. എസ്സേക്കകത്ത് ഒരു ഇൻട്രഡക്ഷൻ ഉണ്ടാവും. ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞാൽ 3 to 5 സെന്റൻസ് കൂടുതൽ നമുക്ക് ആവശ്യമില്ല. രണ്ടാമത് പറയുമ്പോൾ essay must be written in paragraph. Each paragraph must contain one main idea. അപ്പൊ ഒരു മെയിൻ ഐഡിയ ആണ് ഒരു പാരാഗ്രാഫിൽ വരാൻ പാടുള്ളൂ, എന്ത് സംഭവിച്ചാലും. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഒരു ഐഡിയ ഒരു പാരാഗ്രാഫിൽ തന്നെ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ഇന്നലെ റീഡിങ്ങിന് കണ്ടപ്പോ എന്താ, ഒരു പാരാഗ്രാഫില് ഒരേ ഒരു ഐഡിയ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ടോപ്പിക് സെന്റൻസ്, രണ്ടാമത്തേൽ വന്നു കഴിയുമ്പോ അതിന്റെ എക്സ്പ്ലനേഷൻ, പിന്നെ അതിന്റെ എക്സാമ്പിൾ, പിന്നെ അതിന്റെ കൺക്ലൂഷൻ. This tells you what the paragraph is going to about. You are only to write down just of the topic sentence each paragraph you accept on. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു എസ്സേ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ടോപ്പിക് സെന്റൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതുക, ഓക്കെ, അതിന്റെ എക്സാമ്പിൾ എഴുതുക, അതിന്റെ കൺക്ലൂഷൻ എഴുതുക. അപ്പൊ നമുക്ക് വേറൊരു കാര്യം മനസ്സിലായി, നമ്മള് ഇങ്ങനെയാണ് എല്ലാ പാരാഗ്രാഫും ഇരിക്കണത്. അപ്പൊ നമുക്കിനി നമ്മളെ റീഡിങ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമ്മള് ഒരു റീഡിങ്ങിന്റെ ഒരു പാരാഗ്രാഫ് വായിക്കുമ്പോൾ we have to think all the time. Topic sentence, explanation, example, conclusion. എക്സാമ്പിൾ 3 എക്സ്പ്ലനേഷൻ താഴ്ത്തു കൊടുക്കും ചില ആൾക്കാരൊക്കെ. Don't worry about those people. Okay, so അതുകൊണ്ട് നമ്മുടെ എക്സയുടെ ഒരു പ്ലാൻ ഇതാണ്. ഈ ഒരു പ്ലാൻ വിട്ട് നമ്മൾ ഒരിക്കലും മാറാൻ പാടില്ല. കാരണം ദിസ് ഈസ് ദി അക്കാദമിക് പോയിന്റ് ഓഫ് വ്യൂ എക്സേ. നമ്മൾ കണ്ടു, ഒരു എസ്സേ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ടോപ്പിക് സെന്റൻസ് കൊടുത്തു, പിന്നെ അതിന്റെ എക്സാമ്പിൾ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുത്തു, പിന്നെ അതിന്റെ എക്സാമ്പിൾ കൊടുത്തു. ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ. പിന്നെ നോക്കുക, ഇതിന്റെ അകത്ത് കംപ്ലീറ്റ് കോസ്റ്റ്യൂമിനൊക്കെ പറഞ്ഞേക്കണേ. ഇത് ഞാൻ പറഞ്ഞു മാട്രിക്സ് സിനിമയെ കുറിച്ചാണ് എസ്സേ ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ടോപ്പിക്കിന്റെ അകത്ത് വന്നിരിക്കുന്നത് കോസ്റ്റ്യൂമിനെ കുറിച്ചാണ്. അപ്പോ എക്സ്പ്ലെയിൻ വാട്ട് ഇസ് എ കോസ്റ്റ്യൂം അബൌട്ട് ദിസ്. അത് കഴിഞ്ഞ് പിന്നെ അതിനകത്തൊരു പർട്ടിക്കുലർ ഒരു ക്യാരക്ടറിന്റെ കോസ്റ്റ്യൂം എന്താണ്, എന്തുകൊണ്ടാണ് കോസ്റ്റ്യൂം ഇമ്പോർട്ടന്റ്. മൂന്നാമത്തെ ഭാഗം വന്നു എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ എഫക്ട്സിനെ കുറിച്ചാണ്. അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുക എന്താണ് സ്പെഷ്യൽ എഫക്ട്സ്, പിന്നെ സ്പെഷ്യൽ എഫക്ട്സിന്റെ എക്സാമ്പിൾ. പാരാഗ്രാഫ് നമ്മൾ 4 ലൈറ്റിംഗ് എഫക്ട്സിനെ കുറിച്ച് വന്നേക്കണേ. അപ്പൊ ലൈറ്റിംഗ് എക്സ്പ്രസിനെ കുറിച്ച് എക്സാമ്പിൾ ആണ്, എക്സ്പ്ലനേഷൻ ആണ്, പിന്നെ അതിന്റെ എക്സാമ്പിൾ ആണ്.
ഒരിക്കലും ഈ ലൈറ്റിംഗ് എഫക്ട്സിന്റെ എക്സാമ്പിൾ എഴുതി കഴിഞ്ഞിട്ട് ഒരു സെന്റൻസ് ഈ സ്പെഷ്യൽ എഫക്ട്സിനും കൂടി എഴുതാൻ പാടില്ല, കോസ്റ്റ്യൂമിനെ കുറിച്ച് കൂടി എഴുതാൻ പാടില്ല. കാരണം അതാ റീഡറിനെ മിസ്ലീഡ് ചെയ്യണേ. റീഡർ വായിക്കാൻ റെഡി ആയിട്ടായിരിക്കുന്നത്. അതായത് കോസ്റ്റ്യൂമിനെ കുറിച്ചാണെങ്കിൽ എന്തായിരിക്കും കോസ്റ്റ്യൂമിനെ കുറിച്ച് പറയാൻ പോകണം, അതിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ സ്പെഷ്യൽ എഫക്റ്റും ഇടാൻ പാടില്ല, ലൈറ്റിംഗ് എഫക്റ്റും ഇടാൻ പാടില്ല. സോ യു ഹാവ് ടു വെരി സ്പെസിഫിക് തിങ്സ്. ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ SCXI എന്ന് വരയ്ക്കാൻ അവരൊരു ഫോർമാറ്റ് കൊടുക്കുന്ന നല്ലൊരു ഫോർമാറ്റാണിത്. അതായത് എസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിള് ആൻഡ് കൺക്ലൂഷൻ. അത് ആ ഒരു ഇത് തന്നെ SCXI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോമാണ്. അപ്പൊ ഈ SCXI എന്നുള്ള ഫോർമാറ്റില് ഈ ഒരു രീതിയിൽ നമ്മൾ എസ്സെ പ്ലാൻ ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ ലൈഫ് ഈസ് വെരി ഈസി ഫോർ അസ്. അപ്പൊ ഇവിടെ കോസ്റ്റ്യൂം, സൗണ്ട് എഫക്റ്റ്, സ്പെഷ്യൽ എഫക്റ്റ്, പിന്നെ എന്തുട്ടാ അതിന്റെ അത് മൂവിയുടെ ഡോൾബി ആണോ അല്ലോ എന്നുള്ള അതിന്റെ ക്രോണോഗ്രാഫി. പിന്നെ നമ്മൾ കണ്ടതിൻ്റെ അകത്ത് എസ്സെ, അക്കാദമിക് എസ്സെ മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് ഉള്ളത്. മെയിൻ ആയിട്ട് അതിനെ എങ്ങനെ ആൻസർ ചെയ്യണം. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട കാര്യം തൊട്ടാ ആ എസ്സെ ആർഗ്യുമെന്റേറ്റീവ് ടൈപ്പ് ആണോ, ആ എസ്സെ പ്രപ്പോസൽസിലാണോ, ആ എസ്സെ ഡിസ്കഷൻ ആണോ. ആ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ആദ്യം പോകേണ്ടത് അത് പ്രപ്പോസലാണോ, ആർഗ്യുമെന്റ് ആണോ, ഡിസ്കഷൻ ആണോ. ഓക്കെ, ഇത് പ്രപ്പോസൽ എസ്സെയാണ്, ഞാൻ കൺഫേം ചെയ്തു. അപ്പൊ തന്നെ നമ്മൾ എടുക്കുക ഈ ഫോർമാറ്റിലേക്ക് വന്നാൽ introduction, reason number 1 with example, reason number 2 with example, 3 with example, optional, conclusion. Discuss topic number 1, argument. Discuss topic number 2, both opinion, why. Ida question ulla vaaka. Give your opinion and why. So we should give here, but we discuss 2 issues here and conclusion. Discussion type ആണെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം, രണ്ടാമത്തെ പാരഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതണം, കൺക്ലൂഷൻ എഴുതണം. ഇതൊരു ബ്രില്യൻ ഫോർമാറ്റാണ്. ഈ ഒരു ഫോർമാറ്റാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മുടെ സംഭവം ട്രാക്ക് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യം ക്വസ്റ്റ്യന്റെ അകത്ത് ആർഗ്യുമേറ്റീവ്, പ്രപ്പോസൽ, ഡിസ്കഷൻ, മേക്ക് എ ഡിസിഷൻ. ദിസ് ഇസ് ആർഗ്യുമേറ്റീവ്. ഒരിക്കലും നമ്മൾ ഈ ടൈപ്പിൽ പോകരുത്, ഈ ടൈപ്പിലേ പോകാവുള്ളൂ. സോ ഇത് നമ്മൾ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു വെക്കണം, whatever it is. ഒരു കാര്യം നോക്കാം. ഒരു IITs ടാസ്ക് 2 എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി, ശ്രദ്ധിച്ച് കേൾക്കണ്ട, ജസ്റ്റ് ലൈറ്റ് ആയിട്ട് കേട്ടിരുന്നാൽ മതി കേട്ടോ. ഞാനൊന്ന് അതിന്റെ അകത്ത് പെട്ടെന്ന് കടന്നു പോവാം. ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുകയാണ്. Throughout the history, people have dreamed of living in a perfect society. However, there is no argument about what is the perfect society would be, and what, in your opinion, would it be most element of the perfect society? What can people do to help to create the ideal society? ഇതിന്റെ അകത്ത് ഒരു തിയോളജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. I never expect that one. സോ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഏതാണ്? ഈ അവസാനം കൊടുത്ത 2 ക്വസ്റ്റ്യൻ വന്നത് അല്ലെ. വാട്ട് ഇൻ യുവർ ഒപ്പീനിയൻ. അവിടെ എന്തുകൊണ്ടാണ് ഇൻ യുവർ ഒപ്പീനിയൻ കോമ കൊടുത്തതെന്ന് നമ്മളെ കോമയുടെ ലിസ്റ്റ് പോയി കിട്ടും കേട്ടോ. വുഡ് ബി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ പീപ്പിൾ ഡു ടു ഹെൽപ്പ് ക്രിയേറ്റ് ഐഡിയ സൊസൈറ്റി. അപ്പൊ ഇവിടം വരെയും ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. Throughout the history, people are living in the perfect society. However, there is still no argument about what is the perfect society would be. അത് അതിന്റെ ഇതാണ്. നോക്കാം, ഈ എസ്സെ പ്ലാൻ ചെയ്യാൻ നോക്കുക. അതായത് people have dreamed of living കണ്ടാണത്. അപ്പൊ ഈ എസ്സെ പ്ലാൻ ചെയ്യുമ്പോ ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ഒരു മെയിൻ പാരാഗ്രാഫ് വേണം, രണ്ടാമത് മെയിൻ പാരാഗ്രാഫ് വേണം, ഒരു കൺക്ലൂഷൻ വേണം.
വേറെ ഇതിൽ കൊടുത്ത ഡിസ്കഷൻ പേഴ്സാണ്, വേറെ ആയിട്ട് കൊടുത്തു മാത്രമേ ഉള്ളൂ, നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോ ആദ്യത്തെ മെയിൻ പാരാഗ്രാഫിനകത്ത് എന്താ എഴുതണ്ടേ? ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലിമെന്റ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലിമെന്റ് ഓഫ് ദ പെർഫെക്റ്റ് സൊസൈറ്റി. അപ്പൊ ഇതിന്റെ അകത്ത് കീ സംഭവം തൊട്ട ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലിമെന്റിനെ കുറിച്ചാണ് നമ്മൾ പറയേണ്ടത്. ബേസിക്കലി ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഇതിന്റെ അകത്ത് കേട്ടോ. അതിനകത്ത് എടുക്കാൻ പോണ തീം മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലിമെന്റ് തീമാണ് നമ്മൾ അതിനകത്ത് എടുത്തേക്കണം. രണ്ടാമത്തെ പാരാഗ്രാഫിലോ വാട്ട് ക്യാൻ ഡു പീപ്പിൾ ഹെൽപ് ടു ക്രിയേറ്റ് ഐഡിയ സൊസൈറ്റി. അപ്പോ അതിന്റെ അകത്ത് എടുത്തേക്കണ വാട്ട് ക്യാൻ പീപ്പിൾ ഡു, ആ ഒരു തീമാണ് നമ്മൾ എഴുതാൻ പോണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ ഈ. അപ്പൊ നമ്മൾ രണ്ട് ആൻസറും ചെയ്യാൻ പോകണം, പക്ഷെ നമ്മൾ എപ്പോഴും പഴയ ഫോർമാറ്റിലേക്ക് പോകണം കേട്ടോ. എന്താണ്? ഇൻട്രൊഡക്ഷൻ, മെയിൻ പാരഗ്രാഫ്, കൺക്ലൂഷൻ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലിമെന്റ്, വാട്ട് പീപ്പിൾ ക്യാൻ ഡു. ഈ രണ്ട് തീമ ഞാൻ എന്റെ അകത്ത് എടുത്തങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട്. വി നീഡ് ഐഡിയാസ്. ഓക്കെ, നോക്കുക, നമ്മളെ SCXI എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് നമ്മുടെ മനസ്സിൽ വെക്കണം കേട്ടോ. അത് ഇരുന്നോട്ടെ, നമുക്ക് ഉപകാരം വരും കൂടെ. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലിമെന്റ് ഓഫ് എ പെർഫെക്റ്റ് സൊസൈറ്റി എന്ന് പറയുമ്പോ ഐഡിയാസ്. വൺ ഐഡിയ, അത് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിനൊരു എക്സാമ്പിൾ കൊടുക്കണം, വായിക്കുന്ന ആൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോക്കാം. അപ്പോ ഞാൻ ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ പോവാണ്. ഐ ആം പ്ലാനിങ് ദി essay outside. Okay, what I am going to do? No crime. What is the most important element of the perfect society? Perfect society യുടെ most important element ഞാൻ കുറച്ച് കാര്യങ്ങൾ ആ പേപ്പറിൽ എഴുതാൻ പോവാണ്. No crime, trust our neighbors, feel the part of the community, able to leave doors unlocked. Able to leave doors unlocked എന്ന് പറയുമ്പോ ഈ ലോകത്തിന് ഗുജറാത്തിൽ വില്ലേജ് ഉണ്ട്, ഞാൻ വായിച്ചതാണ്. അവിടെ എല്ലാ വീടുകളിലും ഡോർ ഓപ്പൺ ആയി, എല്ലാ കടകളും എപ്പോഴും ഓപ്പൺ. പോവാൻ പൈസ കൊടുക്കാൻ, സാധനം എടുക്കാൻ പോരാ. അപ്പൊ വർക്കൗട്ട് ആവുന്നതില്ല, പക്ഷെ ഇയേഴ്സ് ആയിട്ട് ആ വില്ലേജ് അങ്ങനെ വർക്കൗട്ട് ആയി പോകുന്നത്. സോ ട്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പോലീസ്, ഗവൺമെന്റ്, ഫീൽ പ്രൊട്ടക്ട് ബൈ ലോ, സേഫ്റ്റി ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഇത്രയും തീമാണ് എനിക്ക് ഈ മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലിമെന്റ് പെർഫെക്റ്റ് സൊസൈറ്റിയെ കുറിച്ച് ആലോചിച്ചപ്പോ എനിക്ക് കിട്ടിയത്. അത് ഞാൻ പ്ലാനിങ് സ്റ്റേജിലായിപ്പോ ഞാനതെല്ലാം കൂടെ പേപ്പറിന്റെ സൈഡിലേക്ക് എഴുതി വെച്ചു. ഓക്കെ, അതായത് മൈ ബ്രെയിൻ ഈസ് ട്രെയിനിങ് നൗ, ഐ ആം തിങ്കിങ് അബൌട്ട് ദാറ്റ് തിങ്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ എന്റെ ആൻസർ വായിച്ചിട്ട് നേരെ ഞാൻ എന്റെ ആൻസർ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തില്ല. ആദ്യം എനിക്ക് വേണ്ട സംഭവങ്ങളെല്ലാം കൂടെ ഞാൻ കൂട്ടി വെച്ചു. ഒരു ക്രൈം പാടില്ല, ട്രസ്റ്റ്, ഇങ്ങനെ നമ്മൾ എഴുതി പഠിക്കണം. ഓക്കെ, അടുത്ത നോക്കുക. What can do people to create a perfect society? Firstly, secondly, finally, explain 3 ideas. Right. We can do several things: hold leaders and politicians to account, ensure institutions work properly, get involved with our communities, help neighbors, treat others better, look after your environment, safeguard further. Just ഞാൻ എനിക്ക് പറയാനുള്ള കാര്യത്തിന്റെ മെയിൻ ടോപ്പിക് മാത്രമാണ് എഴുതി വെച്ചിരിക്കുക, ഏത് പറഞ്ഞ കാര്യങ്ങള്. സോ ഐ ആം പ്ലാനിങ് നൗ. കണ്ടോ, ഈ രണ്ട് ഇപ്പൊ നമ്മൾ എവിടെ എത്തിക്കണേ? നമ്മുടെ ആ 5 അല്ലെങ്കിൽ 7 മിനിറ്റ് പ്ലാൻ ചെയ്യാനുള്ള സ്റ്റേജ് എത്തിക്കണേ. ഇത് ചെയ്യാതെ നമ്മൾ ഒരിക്കലും എസ് എഴുതാൻ പോകരുത്. സോ വി ഹാവ് ടു ബി ട്രെയിൻ അവർ ബ്രെയിൻ ഹിയർ. അടുത്ത ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ ഇപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടി, എങ്ങനെയാണ് ഒരു എസ് എ പ്ലാൻ ചെയ്യുന്നത് കിട്ടി. ഈ എസ് എ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കയ്യില് ശ്രദ്ധിക്കുക, നമ്മളെ ഇപ്പൊ എത്ര സെന്റൻസ് ഉണ്ട്? കോമ്പൗണ്ട് സെന്റൻസ് ടൈപ്പ് കുറെ 3 ടൈപ്പ് ഇരിപ്പുണ്ട്. കോംപ്ലക്സ് സെന്റൻസ് ഒരു 6 ടൈപ്പ് ഉണ്ട്. കോമ്പൗണ്ട് സെന്റൻസും കുറെ ഇരിപ്പുണ്ട് നമ്മുടെ കയ്യില്. പിന്നെ നമ്മുടെ ഏതാ സെന്റൻസ് ഇരിപ്പുള്ള ഒരു എന്താ പറഞ്ഞ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർ ആ സെന്റൻസ് നമ്മുടെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ സിമ്പിൾ സെന്റൻസ് ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ എന്ത് സെന്റൻസ് ഉള്ളത്? ഇത്ര സെന്റൻസ് മതി നമുക്ക്. ബേസിക്കലി ഇത്ര സെന്റൻസ് നമുക്ക് കോമായിട്ട് കൃത്യമായിട്ട് എഴുതാൻ അറിയാം. അപ്പോ ഈ ഐഡിയ നമ്മൾ പുറത്തിറക്കി നമുക്ക് പറയാനുള്ള കാര്യം നമുക്കറിയാവുന്ന സെന്റൻസിന്റെ അകത്തേക്ക് കൊണ്ടുവരിക.
അപ്പോ നമുക്കിത് വേറൊരു ട്രിക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്, കാരണം നമ്മുടെ ഉദ്ദേശം എന്താ, ഈ എക്സാമിന് മുമ്പ് നമുക്ക് പ്രൂവ് ചെയ്യുവാണ് എനിക്ക് ഐഡിയ എഴുതാൻ അറിയാം, എനിക്ക് ഇത്രയും സെന്റൻസ് ഉണ്ടാക്കാൻ അറിയാം. അപ്പോ ഈ എസിന്റെ അവിടെ നമുക്കൊരു കോമ്പൗണ്ട് അവിടെ നമുക്ക് എഴുതാം ബാസ്കറ്റ് ഫ്രണ്ട് കോംപ്ലക്സ്. ഇത് നമുക്കൊരു കോമ്പൗണ്ട് കോംപ്ലക്സ് എഴുതാം, ഇത് ബാസ്കറ്റ് ബാക്ക് കോംപ്ലക്സ് എഴുതാം. അപ്പോ ഈ 4 ടൈപ്പ് സെന്റൻസ് നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പൊ നമ്മൾ എഴുതേണ്ട സെന്റൻസ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടാ പോണേ. അപ്പൊ സെന്റൻസ് നമുക്ക് പ്ലാൻ ചെയ്തു, നമുക്ക് എഴുതേണ്ട കാര്യങ്ങളും ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ 2 things to do: make life very easy and score more marks. Plan your essay and plan your sentence as well. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എക്സാമിന് മുമ്പിൽ പ്രൂവ് ചെയ്യാൻ പോവാ, I can make compound sentence, I can make compound sentences, I can make compound sentences. So that 25% of mark നമുക്ക് കംപ്ലീറ്റ് മാർക്കിലേക്ക് വീഴും. ഒരു തെറ്റില്ല നമ്മൾ ഉണ്ടാക്കാൻ പോണേ. ഇനി നോ ക്രൈം എന്ന് പറയുന്ന സംഭവത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഐഡിയ ആ കോമ്പൗണ്ട് സെൻസിനകത്ത് കൊണ്ടുവന്നാൽ മതി. അല്ലെങ്കിൽ ഈ ഐഡിയ ആ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ IELTS എക്സാമിന് ഒരു സെറ്റ് ഓഫ് ആൻസർ നമ്മൾ അതാ മുതലെടുക്കണ്ട. നമ്മൾ സബ്ജക്ട് ടെസ്റ്റ് എഴുതണമെങ്കിൽ അതിന് സെറ്റ് ആൻസർ ഉണ്ട്, ആ ആൻസർ അങ്ങനെ തന്നെ വന്നിരിക്കണം. IELTS ടെസ്റ്റിന് സെറ്റ് ആൻസർ ഇല്ല. സോ വാട്ട് വി ക്യാൻ ഡു ഇസ് വി ക്യാൻ ചീറ്റ് ദം. അപ്പൊ നമുക്ക് അവരെ കാണിക്കാൻ പറ്റും നമ്മുടെ സെന്റൻസ്, നമ്മുടെ ഐഡിയ. സോ മേക്ക് ഷുവർ യു ആർ പ്ലാനിങ് ദി essay all the time. Learn to plan. Okay? ഇത് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നതാണ്. ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണത്, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണത്, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണത്, നാലാമത്തെ ടൈപ്പ് ഓഫ് ഗ്രാഫ് ആണത്, അഞ്ചാമത്തെ ഗ്രാഫ് ആണത്, ആറാമത്തെ ഗ്രാഫ് ആണത്, ഏഴാമത്തെ ഗ്രാഫ് ആണത്, എട്ടാമത്തെ ഗ്രാഫ് ആണത്, ഒമ്പതാമത്തെ ഗ്രാഫ് ആണത്, പത്താമത്തെ ഗ്രാഫ് ആണത്, 11ാമത്തെ ഗ്രാഫ്, 11 ഗ്രാഫ് ഞാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. ഈ 11 ഗ്രാഫും ചെയ്യേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ഗ്രാഫ് വായിക്കാനുള്ള ഗ്രാഫാണ് ഇട്ടിട്ടുണ്ട് അല്ലെ. ഒരു മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻക്രീസിങ് സ്റ്റീപ്ലി, ഗോയിങ് അപ്പ് ഡൗൺ സംഭവം. ഓക്കെ, ആ ഒരു മെത്തേഡ് എടുത്തു വെച്ചിട്ട് ഈ ഗ്രാഫുകള് സ്ലോ ചെയ്താൽ മതി. അതൊന്ന് വായിക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, അത് ഈ എക്സ് ആക്സിസിൽ എന്താ കൊടുത്താൽ ശ്രദ്ധിക്കണം, വൈ ആക്സിസിൽ എന്താ കൊടുത്താൽ ശ്രദ്ധിക്കണം, ഈ ബ്ലൂ കളറിൽ എന്താ കൊടുത്തെങ്കിൽ ശ്രദ്ധിക്കണം, ഈ കളറിനെ കൊടുത്ത് ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ഏതാണ് ഇവിടെ? 13. ഏറ്റവും കുറവ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ, ഏറ്റവും കുറവ്, സ്ട്രേറ്റ് പോയേക്കുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പൊ കമ്പയർ ചെയ്യാനാണെങ്കിൽ ഈ എന്താ പറഞ്ഞ ഈ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യാം. ഇതൊന്നും ചെയ്യണ്ട, ഈ സംഭവം ഇങ്ങനെ തന്നെ അതായത് ശനിയാഴ്ച ഇരുന്ന് 3 കോപ്പി ചെയ്യുക, ഞായറാഴ്ച ഇരുന്ന് 4 കോപ്പി ചെയ്യുക. പേപ്പറിലേക്ക് വെറുതെ കോപ്പി ചെയ്ത് എഴുതുക, പകർത്ത് എഴുതിയാൽ മാത്രം മതി. കാരണം നമുക്കിനി അത് കുറെ വർക്ക് ചെയ്യാൻ അതിൻ്റെ അകത്ത്. സോ ജസ്റ്റ് കോപ്പി ഇറ്റ്. പക്ഷെ കോപ്പി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ലോണം വായിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് വെറുതെ ഇതിങ്ങനെ തന്നെ കോപ്പി ചെയ്ത് വെച്ചാൽ മതി പേപ്പറിലേക്ക്. അപ്പൊ നമ്മുടെ റൈറ്റിംഗ് സ്പീഡ് കൂടും, നമുക്ക് ആ ലാംഗ്വേജ് മനസ്സിലാവും, എന്താണ് ഗ്രാഫിന്റെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് 11 ഗ്രാഫ് ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര ദിവസം കിട്ടുന്നുണ്ട്? സാറ്റർഡേ, സൺഡേ, മൺഡേ വൈകിട്ട് സമയം കിട്ടുന്നുണ്ട്. അപ്പൊ നാളെ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളെ 9:10 കറക്റ്റ് വന്ന് എല്ലാം ഓഫ് ചെയ്തിട്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞ് 9:10 കമ്പ്യൂട്ടർ ഫ്രണ്ട് ഇരിക്കുക, ഈ 3 കോപ്പി ചെയ്യുക.
ഫേസ്ബുക്കിൽ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്തേക്കാം. അത് 3 കോപ്പി ചെയ്യുക, നാളെ അതുപോലെ കോപ്പി ചെയ്യുക. രണ്ടാമത്തെ കാര്യം ഇതുണ്ടോ, ആർഗ്യുമെന്റേറ്റീവ് ടൈപ്പ് ഓഫ് എസ്സേ. നമ്മൾ കണ്ടു എങ്ങനെ ആർഗ്യുമെന്റേറ്റീവ് ടൈപ്പ് എസ്സേ ചെയ്തത് നമ്മൾ കണ്ടിരുന്നു അല്ലെ. അതായത് ആദ്യത്തെ പാർട്ട്, രണ്ടാമത്തെ പാർട്ട്. ഡിസ്കസ് ദിസ് ഇഷ്യൂ, ഇതാ നമ്മുടെ ക്വസ്റ്റ്യൻ, ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ. നോക്കുക, ടോപ്പിക് സെന്റൻസ്, ഹുക്ക് സെന്റൻസ്. ഇത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സെന്റൻസിനെ ഹുക്ക് സെന്റൻസ് എന്ന് പറയുക. അതിന്റെ തിസീസ് സ്റ്റേറ്റ്മെന്റ്, ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. ഇൻ മൈ ഒപ്പീനിയൻ. അപ്പൊ നമ്മുടെ ഫോർമുല നമ്മളിപ്പം പഠിക്കാൻ കേട്ടോ. ആ ഫോർമുല പഠിച്ചിട്ട് വന്നിട്ട് ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിന്റെ നമ്മുടെ അവർ ഒപ്പീനിയൻ കൊടുത്തു, പിന്നെ സമ്മറൈസ്. അപ്പൊ നമ്മൾ കണ്ടു ഇപ്പൊ ആർഗ്യുമെന്റ് ടൈപ്പ് എന്താ എസ്സേ എങ്ങനെ എഴുതാൻ നമ്മൾ കണ്ടു. ഡിസ്കഷൻ ടൈപ്പ് ഓഫ് എസ്സേ, ഡിസ്കഷൻ ടൈപ്പ് ഓഫ് എസ്സേ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസ്കഷൻ ടൈപ്പ് എസ്സേ നമ്മൾ കുറച്ചു മുമ്പ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചത്, ഐഡിയ പഠിച്ചത്. അതിന്റെ ടോപ്പിക് സെന്റൻസ്, ഇൻട്രൊഡക്ഷൻ, ടോപ്പിക് സെന്റൻസ്, ഹുക്ക് സെന്റൻസ്, തിസീസ് സ്റ്റേറ്റ്മെന്റ്. മഞ്ഞ കൊടുത്തിരിക്കുന്നത് വീണ്ടും ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, എക്സാമ്പിൾ, കൺക്ലൂഷൻ. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഇവിടെ ആൻസർ ചെയ്തേക്കണേ. അപ്പൊ അതിന്റെ ഫോർമുല എടുത്ത് നോക്കുക, ഡിസ്കസ് ടൈപ്പ് നോക്കുക. മൂന്നാമത് പ്രപ്പോസൽ ടൈപ്പ്. പ്രപ്പോസൽ ടൈപ്പ് എപ്പോഴും എഗ്രി ഡിസഗ്രി ആയിരിക്കും. പ്രപ്പോസൽ ടൈപ്പ് എസ് എപ്പോഴും ഡിസഗ്രി എഗ്രി ഡിസഗ്രി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രപ്പോസൽ ടൈപ്പ് എസ് ഫോർമുല കൂടെ പോകണം. ഡിസ്കഷൻ ടൈപ്പ് എസ് നോക്കുക, അതിന്റെ അകത്ത് എപ്പോഴും 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. ഇത് ഡിസ്കസ് ചെയ്യാനാ പറയണേ. 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. മൂന്നാമതെന്ന് പറയുമ്പോ ആർഗ്യുമെന്റേറ്റീവ് ആണ്, നമ്മൾ ആർഗ്യൂ ചെയ്ത് എഴുതാ പറയാണ്. 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. ഡിസ്കസ് ദിസ് ഇഷ്യൂ ആൻഡ് ഗീവ് യുവർ ഒപ്പീനിയൻ എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴും ആർഗ്യുമെന്റേറ്റീവ് എസ്സേ ആയിരിക്കും. അപ്പൊ ആ 3 എസ്സേയുടെ ഞാൻ ഇതിന് മുമ്പ് കാണിച്ചു തന്ന ആ ഫോർമുലാസ് 3 നമ്മൾ നല്ലവണ്ണം പഠിക്കണം. എന്നിട്ട് ഈ 3 എസ്സേയും കൂടെ നമുക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോ നമുക്കിപ്പോ അത്രയും ഗ്രാഫും ഇത്രയും എസ്സേയും കൂടെ തിങ്കളാഴ്ച വൈകിട്ട് വരുമ്പോഴത്തേക്കും കോപ്പി ചെയ്ത് എനിക്ക് എന്താ പറയണേ ഇതിന്റെ അകത്ത് ഇട്ടേക്കണം. പേപ്പറിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ടാലും മതി, നമ്മുടെ വാട്സാപ്പിൽ ഇട്ടണം. ഇത് നിങ്ങൾ ചെയ്യാണ്ടിരിക്കുമ്പോൾ അതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി ഫർദർ ആയിട്ട് ചെയ്യാൻ പോണ കാര്യങ്ങൾക്കൊക്കെ ഇതിന്റെ ബേസ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോണ കാര്യങ്ങളല്ല ഇനി. അപ്പൊ 28th February നമ്മുടെ ഡേറ്റ്. സോ യു ഹാവ് ടു വർക്ക് റിയലി ഹാർഡ്. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് നൗ. ഇത്രയും ദിവസം നമ്മൾ ബേസ് ഉണ്ടാക്കി പോകുന്നത്. Now we are going to practice it. Okay? നമുക്ക് വേറൊരു ആംഗിളിൽ സംഭവം നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞതെല്ലാം കൂടെ കൂടിയിട്ട് വേറൊരു ടീച്ചറ് വേറൊരു രീതിയിൽ ഈ എസ്സേ നോക്കിയിരിക്കുകയാണ്. അത് ഇൻട്രസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഞാൻ ഇത് ഈ സ്ഥലം കിട്ടാക്കാം. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ്, കാരണം നോക്കി നമുക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത്ര നേരം നമ്മൾ കണ്ടത് തൊട്ടാ എങ്ങനെ എസ്സേ പ്ലാൻ ചെയ്യുന്നത് കണ്ടു, ഒരു എസ്സേയുടെ ഫോർമാറ്റ് എന്ന് കണ്ടു, ആ എസ്സേ കൊണ്ട് എഴുതുന്ന സെന്റൻസുകൾ നമ്മൾ ഇത്ര ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്നെ. ഒരു ഐഡിയ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മള് SCXI എന്നുള്ള മോഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഈവൻ നമ്മൾ എഴുതാൻ പോണ സെന്റൻസുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് എഴുതാൻ പോണേ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ കണ്ടു പ്രപ്പോസൽ ടൈപ്പ് എസ്സേ എങ്ങനെയാണ്, ആർഗ്യുമെന്റ് ടൈപ്പ് എസ്സേ എങ്ങനെയാണ്, ഡിസ്കഷൻ ടൈപ്പ് എസ്സേ എങ്ങനെയാണ്, അത് 3 എഴുതുന്ന രീതി എങ്ങനെയാണ്. പിന്നെ നമ്മൾ നോക്കിയിട്ടുണ്ട് കുറച്ച് ഗ്രാഫ് നമ്മൾ എഴുതാൻ പറഞ്ഞു, കാരണം നമുക്ക് ആ ഗ്രാഫിന്റെ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇപ്പൊ നമുക്ക് ആർഗ്യുമെന്റേറ്റീവ് ടൈപ്പ് എങ്ങനെയാ നോക്കാം. ഒരു എസ്സേയുടെ എങ്ങനെയാണ് വേറൊരു അധ്യാപകൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്, ഇറ്റ്സ് വെരി നല്ലതാണെന്ന് എനിക്ക് തോന്നി. Take a position on issue, attempt to defend it. Your goal is to try to convince the audience that your point of view is the best one. ഇപ്പൊ ഇവിടെ നമ്മുടെ കംപ്ലീറ്റ് ഐഡിയ മാറിപ്പോയി. കാരണം നമ്മൾ ഈ എക്സാമിനറിനെ കൺവിൻസ് ചെയ്യാൻ പോവാ. ആ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഡിയൻസ് ആരാ? എക്സാമിനറാ. എക്സാമിനറെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ കൺവിൻസ് ചെയ്യാണ് ഒരു ആർഗ്യുമെന്റ് പറഞ്ഞുകൊണ്ട്. The goal is to persuade the audience, your readers, that your ideas compelling and valid. എക്സാമിനറെ
ഞാൻ പറയണ കാര്യം ശരിയാണെന്ന് ഞാൻ തന്നെ പ്രൂവ് ചെയ്യണം. അത് ഞാൻ ഭാഷ എഴുതി വെക്കണം. അത് ഞാൻ ഭാഷകൾ ഉപയോഗിക്കണം. You are trying to convince the examiner to think, believe, and do something. Okay. One of the most common purpose of the college writing, political science class, you may take a position whether you lobbyist, you should be allowed to give large gifts to the politicians. One of the most common purpose of the work letter writing, you must write a letter to client explaining why she should use the company services. This is general type of academic. Choose a subject you know something about. The more knowledgeable you are about your topic, the more convincing you will be able to the audience. അപ്പൊ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്കുള്ള നോളജ് നമുക്ക് എന്നും ഗുണം ചെയ്യും. കാരണം നമ്മുടെ എക്സാമിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എക്സാം എഴുതാതിരിക്കുമ്പോ നമ്മുടെ ഓഡിയൻസ് നമ്മുടെ എക്സാമിനറിന്റെ മുഖമായിരിക്കണം നമ്മുടെ മനസ്സിൽ വരിക. അതല്ലാണ്ട് ഐഎസിന്റെ മുഖമായിരിക്കണം. ടോട്ടൽ വേസ്റ്റ് ഓഫ് ടൈം. എക്സാമിനെ കുറിച്ച് പറയുക, എക്സാമിനറുടെ മുഖം പറയാം. ഇത് വായിക്കാൻ പോണ ഒരേ ഒരാളെ കാണാൻ പോകുന്നുള്ളൂ. I have to do something for him. Consider your readers. Understanding the audience will help you know what to address and what evidence to focus on when you are right. Okay. What your readers already know about the topic, what they likely to agree or disagree with you, what is your readers' concerns. ഇവിടെയാണ് ഈ ഒരു കാര്യം മനസ്സിലാവും. നമ്മുടെ എക്സാമിനറെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ പോവുകയാണ്. വി ആർ ഗോയിങ് ടു അഡ്രസ് എക്സാമിനർ. അപ്പൊ നമ്മുടെ എക്സാമിനറിന്റെ മൈൻഡ് നമ്മൾ വായിക്കണം. എക്സാമിനറിന്റെ മൈൻഡ് എന്താ ഉള്ളത്? 4 കാര്യങ്ങൾ എക്സാമിനറുടെ മൈൻഡിലുള്ളൂ. ഒന്ന്, ടാസ്ക് അച്ചീവ്മെന്റ്. ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ടോ? ഇവൻ ചോദിക്കുന്ന ആൻസർ എഗ്രിമെന്റ് ആർഗ്യുമെന്റ് ടൈപ്പ് എസ്സേ ആണോ, ടൈപ്പ് എസ്സേ ആണോ, അതോ പ്രപ്പോസൽ ടൈപ്പ് എസ്സേ ആണോ? 25% മാർക്ക് അപ്പം കൊടുക്കും. രണ്ടാമത് കൊഹീഷൻ. നീ എഴുതിയിരിക്കുന്ന ആള് ഇത് പാരഗ്രാഫ് തിരിച്ച് എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. മൂന്നാമത് എന്നിട്ട് നോക്കണേ, ലാക്ഷ്യ റിസോഴ്സസ്. ഇത് വൊക്കാബുലറി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? ഏത് എസ്സേ വായിച്ചാലും കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് അറിയാൻ പാടാത്ത വാക്കുകൾ വേണ്ട, വൊക്കാബുലറി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ? നാലാമത് എക്സാം എന്താ ഇരിക്കണേ? എക്സാമിന്റെ മനസ്സിലായ കാര്യം ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ മാത്രമാണ് ഈ എക്സാമിനർ ബ്രെയിൻ വാഷ് ചെയ്ത് IELTS ഇൻസ്റ്റിറ്റ്യൂട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി വെച്ചേക്കണേ. എക്സാമിനറുടെ മനസ്സിൽ 4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോ അയാൾക്ക് വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാ അയാളെ അഡ്രസ് ചെയ്യണം? The audience will help to know what to address. Understanding your audience. അപ്പൊ നമ്മൾ എക്സാമിനർ നമുക്ക് മനസ്സിലായി അല്ലെ? എക്സാമിനർ എന്ത് ടൈപ്പാന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറഞ്ഞേ, ഒരു 100 മുസ്ലിം ഇരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് പ്രസംഗിച്ച് എന്തായിരിക്കും അവസ്ഥ? ഇടയ്ക്ക് പോയിട്ട് മുസ്ലിമാൻ പോയിട്ട് ഇസ്ലാമിയുടെ എന്തായിരിക്കും അവസ്ഥ? പണി പാളും. അപ്പൊ അവിടെ എന്താ വേണ്ടത്? അണ്ടർസ്റ്റാൻഡിങ് യുവർ ഓഡിയൻസ്. അപ്പൊ അണ്ടർസ്റ്റാൻഡ് അവർ ടീച്ചർ, അവർ എക്സാമിനർ. എക്സാമിനർക്ക് 4 കാര്യങ്ങളുള്ളൂ ജീവിതത്തില്. ടാസ്ക് അച്ചീവ്മെന്റ് ചെയ്തിട്ടുണ്ടോ? ലാക്ഷ്യ റിസോഴ്സസ് ഉണ്ടോ? കൊഹിയറൻസ് ഉണ്ടോ? സെന്റൻസ് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ഉണ്ടോ? ബസ് പുള്ളി മാർക്ക് കയറി. Some tips. Know your purpose. Each writing task has a different purpose. So you will need to adjust your writing task fit to that hand. Know your purpose എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് എഴുതാൻ പോണത്? ആർഗ്യുമെന്റ് ടൈപ്പ് ആണോ, അതോ പ്രപ്പോസൽ ടൈപ്പ് ആണോ, അതോ ഡിസ്കഷൻ ടൈപ്പ് ആണോ? ബേസിക്കലി നമുക്ക് തന്നേക്കുന്ന ചോദ്യം എന്താണ്? ആ ചോദ്യത്തെ നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. അടുത്ത നോക്കുക, take a clear position and provide supporting evidence. അപ്പൊ take a clear position
and provide supporting evidence. The first thing to do with the body paragraph is to prove that there is a problem. അത് നമ്മുടെ കഴിവാട്ടോ. നമുക്കവിടെ ചെറിയൊരു എബിലിറ്റി വേണം. നുണ പറയാനും ചെറിയൊരു കഴിവ് വേണം അല്ലെ, അല്ലെങ്കിൽ നുണ പറയാൻ പറ്റില്ല, ഒരു പാളും. അപ്പോ നമുക്കപ്പോ ചെറിയൊരു കഴിവ് വേണം. Okay, then back up your statement, facts, statistics, examples, or informed opinion that make your writing more credible. അപ്പൊ എന്തിനാണ് നമ്മൾ ഇപ്പോ ഈ എക്സാമ്പിളും അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു ഫാക്ടോ? അപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫാക്ട് വേണമെങ്കിൽ കൊടുക്കാം, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വേണമെങ്കിൽ കൊടുക്കാം, ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കൊടുക്കാം, ഒരു ഒപ്പീനിയൻ വേണമെങ്കിൽ കൊടുക്കാം. അത് എന്തിനാ കൊടുക്കണേ? നമ്മുടെ റൈറ്റിംഗ് നല്ലോണം ക്രെഡിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാ, പറയുന്ന കാര്യം വളരെ തറവുമായിട്ട് പറയാൻ വേണ്ടിയിട്ടാ. Why do you think need more, make your writing more credible using support? Supporting ideas. Well done. Supporting paragraph, supporting ideas വേണ്ട അല്ലേ? Always back up your claims with examples, facts, statistics, or informed opinion. അപ്പോ ഈ 4 എക്സാമ്പിൾ മാത്രം നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ഫാക്ട് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാം, അതിലൊരു ഇൻഫോംഡ് ഒപ്പീനിയൻ പറയാം. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ റീഡിങ് പാരഗ്രാഫിന്റെ അകത്തും നമ്മൾ എക്സാമ്പിൾ പ്രതീക്ഷിച്ച് മാത്രം പോകരുത്. ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു ഫാക്ട് ആയിരിക്കും കൊടുത്തിരിക്കുക, ചിലപ്പോൾ അതിൻ്റെ അകത്തൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും കൊടുത്തിരിക്കുക, ചിലപ്പോൾ അതിനകത്തൊരു ഇൻഫോംഡ് ഒപ്പീനിയൻ ആയിരിക്കും കൊടുത്തിരിക്കുക. അപ്പൊ നമ്മുടെ തിയറി കറക്റ്റ് ആയിട്ട് വരും. ടോപ്പിക് സെന്റൻസ്, എക്സ്പ്ലനേഷൻ, ഒരു ഫാക്ട്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിള്, അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ, അതായിരിക്കും വരിക അവിടെ. അപ്പൊ റീഡിംഗ് പാരാഗ്രാഫിൽ നോക്കുമ്പോ ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തേക്കുക, അത് എക്സാമ്പിളിന് തുല്യമാണ്, അതാണ് ബേസിക് തീം. കണ്ടോ? അപ്പൊ റീഡിംഗ് പാരാഗ്രാഫിൽ നമുക്ക് എളുപ്പമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഏതോ റീഡിംഗ് പാരാഗ്രാഫിന്റെ അകത്തും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമ്പിളോ ഫാക്ടോ സ്റ്റാറ്റിസ്റ്റിക്സോ ഇൻഫോംഡ് ഒപ്പീനിയൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത് റീഡിംഗ് പാരാഗ്രാഫിൽ പോകുമ്പോൾ ടോപ്പിക് സെന്റൻസ് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ രണ്ടാമത്തെ മൂന്നാമത്തെ സെന്റൻസ് വായിക്കുക, എക്സ്പ്ലനേഷൻ വായിക്കുക. അത് വായിച്ചിട്ട് പിന്നെ മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളോ ഒരു ഫാക്ടോ ഒരു സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു ഇൻഫോംഡ് ഒപ്പീനിയൻ കൊടുത്തിട്ടുണ്ടാവും. അത് വായിക്കുന്ന എനിക്ക് ആ പാരാഗ്രാഫില് അത് എഴുതിയ ആള് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എഴുതി. കാരണം അദ്ദേഹം എന്റെ മുഖം കാണുന്നില്ല, എന്റെ ഫേസ് എക്സ്പ്രഷൻ കാണുന്നില്ല, എന്നിട്ട് ഞാൻ പറയുന്ന എന്റെ ആംഗ്യ ഭാഷ ഒന്നും കാണുന്നില്ല. അത് അവർ എക്സ്പ്രസ് ചെയ്യണം എങ്ങനെയാണ്? ഫാക്ട്സ്, സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ക്യാൻ ബി വെരിഫൈഡ്. ഫാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അത് വെരിഫൈ ചെയ്യുന്ന ടൈപ്പ് ആവാം. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെസിഫിക് സിറ്റുവേഷൻസ് to support your main idea or claim. അത് ഡയറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ പറയാറുള്ളൂ. ഫോർ എക്സാമ്പിളിനോ ഫോർ ഇൻസ്റ്റൻസിനോ നേരിട്ട് നമ്മൾ പറഞ്ഞ ശേഷമാണ് എക്സാമ്പിൾ പറയുക. ഫാക്ട്സ് അങ്ങനെയല്ല. ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാം. എ ടൈപ്പ് ഓഫ് ഫാക്ട് ജനറലി നമ്പേഴ്സ്. അപ്പൊ റീഡിങ്ങിന്റെ അത് ചിലപ്പോൾ നമ്പേഴ്സ് ആയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ എക്സാമ്പിളാ. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാം ബ്രില്യന്റ് ആയിട്ട്. ഓക്കെ. Informed opinion. Expert in the field study express opinion for an issue. These are the ways to argument. ഒരു ഒപ്പീനിയൻ, ഒരു ഇൻഫോംഡ് ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു, അത് ബേസിക്കലി നമുക്ക് ഒരുപാട് നോവൽ അറിയാൻ വേണ്ടി കാണിക്കാൻ വേണ്ടി നമുക്ക് കാണിക്കാം, അവർ കളിക്കാം. അടുത്ത് നോക്കുക, സപ്പോർട്ടിംഗ് പാരാഗ്രാഫ്. അഗെയിൻ കണ്ടിന്യൂ. Enhance your essay with research. Textbooks, newspapers, magazines, website. Important note: when you write for a college, avoid Wikipedia, about.com, ew.com, conspiracy theory websites, personal rants, blogs, tabloids. Most institutions not find these to be credible source of information. ഇപ്പൊ നമുക്ക് തൽക്കാലം ഈ സാധനം ഉപയോഗിക്കണ്ട. അക്കോർഡിംഗ് ടു വിക്കിപീഡിയ എന്ന് എഴുതരുത്. ഞാൻ പണ്ട് പറയാറുണ്ട്, ഞാൻ പണ്ടൊക്കെ ഞാൻ എന്ത് എക്സാം എഴുതിയാലും അക്കോർഡിംഗ് ടു ജിയോ സബാസ് ഞാൻ എഴുതുമായിരുന്നു. എനിക്ക് തമാശയായിരുന്നു സംഭവം. എല്ലാ എക്സാം പേപ്പറും, കാരണം പറഞ്ഞാൽ എക്സാമിനർക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല, അവൻ തന്നെ നമ്പറേ കാണുള്ളൂ. അക്കോർഡിംഗ് ടു പ്രൊഫസർ ജിയോ സെബാസ്റ്റ്യൻ ഫ്രം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഞാൻ അന്നും എഴുതുമായിരുന്നു. അതെനിക്ക് തമാശയായിട്ട് എല്ലാ എക്സാം പേപ്പറും എടുത്തു വെച്ചോ, അതിനകത്തല്ല എന്റെ പേര് എഴുതിട്ടുണ്ടാവും. അപ്പോ എന്ന് പറഞ്ഞ പോലെ നമ്മള് ഈ സംഭവങ്ങളുടെ അകത്ത് ഇത് മാത്രം നമ്മൾ എഴുതണ്ട. അക്കോർഡിംഗ് ടു EW ഹോം എന്ന് എഴുതാൻ പാടില്ല കേട്ടോ.
legitimate organizations, magazines, newspaper, governments. Logical consequences. Supporting ideas coming in. When proposing a solution to a problem, think about all possible perspectives, long-term consequences of the issue. Example: to conserve energy, comma. എന്തുകൊണ്ടാണ് കോമ വന്നു എന്ന് നമുക്ക് പറയാം അല്ലേ? കാരണം ഇൻഫിനിറ്റീവ് ആദ്യത്തേക്കാണ്. We should switch our lights bulbs to CFL bulbs rather than incandescent bulbs. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഈ കൺസേർവ് എനർജികൾ ഇങ്ങനെ വെച്ചുകൂടെ കൊടുക്കാം അല്ലേ? This will conserve energy, semicolon. However, it will also cost consumers more money and will restrict variety of the products of the consumers' choice to form. ഈ സെന്റൻസ് ശ്രദ്ധിച്ചോ? ഇതിന്റെ അകത്ത് ഈ സെന്റൻസിന്റെ അകത്ത് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ഉണ്ട് അല്ലെ? However, semicolon, comma, however. പക്ഷെ ഈ ആൻഡ് കഴിഞ്ഞിട്ട് ഇവിടെ ആൻഡ് മുമ്പ് കോമ ഇല്ല. എന്തുകൊണ്ടില്ല? ഞാൻ കുറച്ചു മുമ്പ് കോമ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു who or what, അത് ഇവിടെ ഇല്ല അല്ലെ? വാട്ട് അബൌട്ട് ആൻസർ ഉണ്ട്. അപ്പോ ഈ ഇറ്റ് തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ആയിട്ട് പോയേക്കണേ. ഇവിടെ ഒന്നും കൂടെ ഇറ്റ് എഴുതുവാണെങ്കിൽ who or what, it, what about it, it will restrict. അപ്പൊ എന്ന് പറയുമ്പോൾ വേറൊരു സെന്റൻസ് ആണത്. അപ്പൊ അതുകൊണ്ട് ഇപ്പുറത്ത് കോമ കൊടുക്കണം. നമ്മൾ കുറച്ചു മുമ്പ് കോമ പോയി കണ്ടതാണല്ലോ. Companies will need time to adjust their production. This may also cost companies more money initially. Answer the opposition. When you think about what people who disagree with you might say, address those ideas. Writing paper. Start to do this whenever you are writing persuade. Generally strengthens your argument. ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ട്. കൺസിഡർ ബോത്ത് സൈഡ്സ് ഓഫ് ദ ഇഷ്യൂ. ഒരു ഇഷ്യൂയുടെ രണ്ട് സൈഡും നോക്കുവാണെങ്കിൽ ദോസ് മേക്ക് എ ബെസ്റ്റ് ആർഗ്യുമെന്റ്. തിങ്ക് അബൌട്ട് ഹോൾ ആർഗ്യുമെന്റ്, നോട്ട് ജസ്റ്റ് വൺ സൈഡ് ഓഫ് ദ ഇഷ്യൂ. വെൻ യു brainstorm, make a for and against list. Interestingly, this is brilliant. അതായത് നമ്മളൊരു ആർഗ്യുമെന്റ് ടൈപ്പ് എസ് എഴുതണമെങ്കിൽ നമ്മുടെ മലയാളികളുടെ സ്വഭാവം വെച്ച് നമ്മൾ രണ്ട് സൈഡും നോക്കൂല. നമ്മൾ ഒറ്റ സൈഡ് മാത്രം നോക്കി അങ്ങ് ആർഗ്യൂ ചെയ്ത് കളയും. നോ, അത് തെറ്റാണത്. കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ആർഗ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൈഡും ഈ സൈഡും നമ്മൾ പഠിക്കണം. ഓക്കെ, ഫോർ ഓർ എഗെയിൻസ്റ്റ്. Those who make a best argument think about whole argument, not just one side of the issue. അതിന് രണ്ട് സൈഡും മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കത് നല്ലവണ്ണം അറിയാം. ഈ ബ്രെയിൻ സ്റ്റോം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് ചെയ്ത കാര്യം ഓർമ്മയില്ലേ? നമ്മള് ആ സെന്റൻസുകളുടെ നമ്മൾ ആ വാക്കുകളെല്ലാം കൂടി എടുത്ത എസ് പ്ലാൻ ചെയ്ത സ്റ്റേജ് ആണ് കേട്ടോ. സ്ലോ ഡൗൺ സ്പീഡ്സ്, സ്ലോ ഡൗൺ എമർജൻസി വെഹിക്കിൾസ്, ഇൻക്രീസ് സേഫ്റ്റി, ഇൻക്രീസ് വെയർ, discourage heavy traffic, may increase traffic jams. നോക്കുക, answer the opposition. Example: hybrid cars are effectively strategy to fight pollution. ഈ വാക്ക് കണ്ടോ? ഇതെന്താണ്? തിസി സ്റ്റേറ്റ്മെന്റ് ആണല്ലേ? ബിക്കോസ് കാർസ് ആർ ആയിട്ട് പോയിന്റ് ഔട്ട് ഇങ്ങനെ. Because cars are the largest source of the private, comma, as opposed to industry use, comma, air pollution, hybrid cars should have an impact on the pollution. Look at common sense. Brilliant. അപ്പൊ ഇത് 3 പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓപ്പോസിഷൻ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. Common errors to avoid. Important ആണ്. Do not make generalization. Statement made about the entire group of people or things based on the observation specific individual members of the group. There is a problem when there are exceptions to do a situation. Right. Example: a man who was depressed become violent at work, semicolon, therefore, common sense.
Normal sentence are all people suffering from depression are potentially dangerous. Watch out for everyone, no one, all, none, always, never. Do not make generalization. Okay? A common error avoid cheyana. Adutha nokka emotional arguments. Do not rely solely on emotions that make an argument. Avoid solely emotions. Change the words. Calling somebody an idiot, crazy. How do you think this will make the writer come across? Examiner appatharam namukku mark oru 2 mark avathana korkkum. This doesn't mean that you can't have any opinion, emotion. Opinion ke ava emotional ke kuഴപ്പമില്ല. Many arguments can be emotional, but no. Compounds and so. But you don't want it to be the only supporting ideas you have. അടുത്തൊരു കോമൺ നമുക്ക് don't make exaggerated claims. നമ്മൾ ഏറ്റവും അധികം ചെയ്യുന്ന കാര്യമല്ല, നമ്മൾ എന്ത് പറഞ്ഞാൽ കുറച്ച് കൂട്ടിയൊക്കെ പറയും. Make sure your arguments are plausible. Exaggerated. Senator Jones says that you did not found the attack submarine program. I disagree in degree. I can't understand why he wants to leave us completely defenseless like that. Better. While Senator strongly opposed the attack when the program does not have a first line of defense which helps our national security. Comprehension അല്ലേ? ബാസ്കറ്റ് ഫ്രണ്ടിലും ഉണ്ട്, ബാസ്കറ്റ് ബാക്കിലും ഉണ്ട്. കണ്ടോ? What kind of meanings associated with these words? ഇങ്ങനത്തെ വാക്കുകൾ അധികം ഉപയോഗിക്കാണ്ടിരിക്കുക നമ്മുടെ എസ്സേകളിൽ. The thesis statement. Remember, your goal is to persuade readers an idea. The wall should not be built to deal with illegal immigration. ആവശ്യമില്ലാത്ത വാക്കുകൾ ഉപയോഗിക്കാണ്ടിരിക്കുക. Colleagues need to be implemented work study programs to acquire job skills. Many professional contacts and money for expenses. List specific arguments of thesis statement to preview that main points in your body paragraph. Very, very important. Thesis statement നമ്മൾ എഴുതുന്നത് എന്താണോ അത് നമ്മുടെ സപ്പോർട്ടിംഗ് പാരഗ്രാഫിൽ കണ്ടിരിക്കണം, റിഫ്ലക്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ thesis statement അർത്ഥം ഉണ്ടാവും അല്ലേ? Don't say in my opinion. I think what I am going to write about in this thesis. They are not necessary to include in any essay. അപ്പൊ thesis statement അത് in my opinion കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. Open a book to page. In what paragraph was the writer answer the opposition? That's it. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ആ എസ്സേ ഗ്രാഫും അപ്ലോഡ് ചെയ്തേക്കാം. അത് നമ്മൾ ആത്മാർത്ഥത്തോടെ നമ്മൾ എഴുതിയിട്ട് അയക്കുക. അത് എഴുതിയിട്ട് അയച്ചില്ലെങ്കിൽ തിങ്കളാഴ്ച ഞാൻ ഇവിടെ അടുത്ത ക്ലാസ് എടുക്കും, അടുത്ത എക്സസൈസ് തരും. ആ എക്സസൈസ് അതും ചെയ്യില്ല. അപ്പൊ അടുത്ത ശനിയാഴ്ച ഞാൻ വെയിറ്റ് ചെയ്യും. വന്നില്ലെങ്കിൽ നമ്മളെല്ലാം എഴുതി കണ്ടിപ്പോ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. കാരണം ചുമ പോയിട്ട് കാര്യമില്ല. I want you to pass the exam. I just don't want to take the exam, the class and just go there. I want everybody else to pass the exam. അപ്പൊ എന്റെ ഒപ്പം നിങ്ങളും വർക്ക് ചെയ്യണം. ഓക്കെ? അപ്പൊ ഇപ്പൊ നമുക്ക് തിങ്കളാഴ്ച വൈകിട്ട് കാണാം. ഓക്കെ? അപ്പൊ ശനി ഞായറും തിങ്കളും ചെയ്യാനുള്ള ഹോംവർക്ക് ഞാൻ ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ? ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ്. ഞാനിപ്പോ ഈ വീഡിയോ ഒന്നും കൂടെ ഞാൻ എല്ലാ വീഡിയോയും യൂട്യൂബിലെ പേജിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ഏതെങ്കിലും ക്ലാസ് മിസ്സായി പോവോ അതല്ലെങ്കിൽ ഒന്നും കൂടെ കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് പോയിട്ട് കുറെ പ്രാവശ്യം ഇത് കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നത് നമുക്ക് എളുപ്പമായിരിക്കും. സോ യു ഗെറ്റ് മോർ ഐഡിയ അബൌട്ട് ദാറ്റ്. ഓക്കെ? ഗുഡ് നൈറ്റ് ആൻഡ് ഗോഡ് ബ്ലെസ്.